12 വർഷങ്ങൾക്കിപ്പുറം പാർലമെന്റിനകത്ത് കനത്ത തോൽവി സംഭവിച്ചിരിക്കുന്നു. മുൻനിരയിലെ ബെഞ്ചിൽ തലകുനിച്ചു മാത്രമേ പ്രധാനമന്ത്രി മോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഇരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അവിടെ സ്പീക്കർക്ക് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ സിഗ്നൽ മാത്രമേ കാണിക്കാനും പറ്റിയുള്ളൂ. പിന്നീട് അങ്ങോട്ട് ഓരോ കരുക്കളും രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും തരൂരിൻ്റെയും KC വേണുഗോപാലിൻ്റെയും ഒക്കെ കോർട്ടിലായി മാറി. ഇതോടെ നടന്ന വോട്ടെടുപ്പിലാണ് 12 വർഷങ്ങൾക്കിപ്പുറം തോൽവിയുടെ കയ്പ് മോദിക്കും അമിത്ഷായ്ക്കും അറിയേണ്ടി വന്നത്. എന്നാൽ പിന്നീട് കണ്ടതാണ് ഏറ്റവും വലിയ വിചിത്രം. ഇന്ത്യൻ ദേശീയ പതാകയെ സാക്ഷി നിർത്തി നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി കൈകൂപ്പിക്കൊണ്ട് മാപ്പ് ചോദിക്കുന്നതായിരുന്നു അത്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നീണ്ട അരമണിക്കൂർ ദേശീയ പതാകയെ സാക്ഷി നിർത്തി തനി BJP-കാരനായി മാറിയത്. തീർത്തും ഭരണഘടനാ ലംഘനമാണത്. അഹങ്കാരത്തിൻ്റെ 12 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ തറയിൽ മോദി ഭരണകൂടം തകർന്നു വീഴുന്നൊരു കാഴ്ചയാണ് രാജ്യം കണ്ടത്. ഭൂരിപക്ഷത്തിൻ്റെ ഹൂങ്കിൽ എന്തും നടപ്പിലാക്കാമെന്ന് കരുതിയ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ ഐക്യം നൽകിയത് സമാനതകളില്ലാത്ത പ്രഹരമാണ്. വനിതാ സംവരണ ബില്ലിൻ്റെ മറവിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ വെട്ടിനിരത്താൻ മോദി കരുതി വെച്ച ചതിക്കുഴി അത് പ്രതിപക്ഷം തകർത്തെറിഞ്ഞിരിക്കുന്നു. 131-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മണ്ഡല പുനർനിർണയം നടത്തി ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ കരുത്ത് ചോർത്താനായിരുന്നു ഇവരുടെ ഗൂഢനീക്കം. എന്നാൽ ആ അജണ്ടയെ പാർലമെൻറ്റിൻ്റെ കോർട്ടിൽ വെച്ച് തന്നെ രാഹുലും സംഘവും നിഷ്പ്രഭമാക്കി കഴിഞ്ഞു. മണ്ഡല പുനർനിർണയം എന്ന നൂലാമാലയിൽ കുടുക്കി വനിതാ സംവരണം 2029 നീട്ടാനുള്ള BJP-യുടെ തട്ടിപ്പ് പ്രതിപക്ഷം കയ്യോടെ പിടികൂടി. ദക്ഷിണേന്ത്യയുടെയും അതുപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെയും പാർലമെൻറ്റ് പ്രാതിനിധ്യം വെട്ടിക്കുറയ്ക്കാനുള്ള ഈ നീക്കം ഭാരതമെന്ന സങ്കല്പത്തിന് നേരെയുള്ള ഒരു കടന്നാക്രമണമാണെന്ന് പ്രതിപക്ഷം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. വ്യക്തമായ ഭൂരിപക്ഷമുണ്ടായിട്ടും സഭയ്ക്കകത്ത് ബില്ല് പരാജയപ്പെട്ടത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ രാഷ്ട്രീയ നാടകങ്ങൾക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ്. തോൽവി ഉറപ്പായപ്പോൾ കണ്ട കാഴ്ചയാണ് ഏറ്റവും ലജ്ജാകരം. പ്രധാനമന്ത്രി എന്ന പദവിയെ തെരുവിലെ രാഷ്ട്രീയ പ്രസംഗത്തെക്കാൾ തരം താഴ്ത്തിക്കൊണ്ട് നരേന്ദ്രമോദി നടത്തിയ ആ പ്രകടനം. രാജ്യത്തെ സ്ത്രീകളോട് മാപ്പ് ചോദിക്കുമ്പോഴും പ്രതിപക്ഷത്തെ പരാധജീവികൾ എന്ന് വിളിക്കാനും ബില്ല് തടഞ്ഞവർ ഭ്രൂണഹത്യ നടത്തിയവരാണെന്ന് അധിക്ഷേപിക്കാനും അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിട്ടില്ല. ഔദ്യോഗിക പ്രസംഗത്തെ രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റിയ മോദി മാതൃകാ പെരുമാറ്റച്ചട്ടത്തെ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്ത മോദി ദേശീയ പതാകയ്ക്ക് മുന്നിൽ നിന്ന് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണിപ്പോൾ. ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇത്രയും വില കുറഞ്ഞ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. സ്ത്രീകളുടെ രക്ഷകനെന്ന് സ്വയം ചമയുന്ന നരേന്ദ്രമോദിയുടെ മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. സ്ത്രീകളുടെ അഭിമാനം ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴെല്ലാം നിശബ്ദത പാലിച്ച പ്രധാനമന്ത്രി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാപ്പ് ചോദിക്കുന്നത് രാജ്യം തിരസ്കരിക്കുക തന്നെ ചെയ്യും. അധികാര ദുർവിനിയോഗം നടത്തിയും സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തും പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന നരേന്ദ്രമോദി ഭരണഘടനാ വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖർഗെയും ജോൺ ബ്രിട്ടാസും കൊടിക്കുന്നിൽ സുരേഷും ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും തകർക്കാനുള്ള നീക്കമാണ്. പാർലമെൻറ്റിലെ ഈ പരാജയം BJP-യുടെ തകർച്ചയുടെ തുടക്കമാണ്. ദക്ഷിണേന്ത്യയെ ഒന്നടങ്കം വഞ്ചിക്കാൻ ശ്രമിച്ചവർക്ക് ലഭിച്ച കനത്ത ശിക്ഷ കൂടിയാണിത്. ഇനി കളം രാഹുലിൻ്റേതാണ്. ഇനി കരുക്കൾ നീക്കുന്നത് പ്രതിപക്ഷമാണ്. തോൽവിയുടെ കയ്പ് മോദിയും അമിത്ഷായും ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ. ദേശീയ പതാകയെ സാക്ഷി നിർത്തി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു പ്രധാനമന്ത്രി അതേ പതാകയെ സാക്ഷി നിർത്തി രാഷ്ട്രീയ നാടകം കളിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അപമാനമാണ്. 12 വർഷത്തെ അഹങ്കാരത്തിന് അന്ത്യം കുറിച്ച് മോദി ഭരണം പടിയിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജനങ്ങളെ വഞ്ചിക്കുന്നവർക്ക് ജനാധിപത്യം നൽകുന്ന കനത്ത പ്രഹരം ഇനിയും തുടരുക തന്നെ ചെയ്യും.